ഹലോ ഗൈസ്, ഞങ്ങളൊന്ന് ത്രെഡ് ചെയ്യാൻ ഇറങ്ങിയതാ. അതാ ബാക്കി കഥ നിങ്ങൾ കേട്ടോളൂ. ത്രെഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, അവള് ഭയങ്കര കരച്ചിലായിരുന്നു കള്ളി. എനിക്ക് ത്രെഡ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഏട്ടൻ വരുമ്പോൾ ത്രെഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം കേട്ടോ. അങ്ങനെ നിർബന്ധമൊക്കെ പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാനൊരു ദോശയൊക്കെ മേടിച്ചു കൊടുത്തു കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ ലുല്ലൂല് ഇവിടെ വരാൻ വേണ്ടിയിട്ടാണ് ഈ ആശാട്ടി ഈ നിർബന്ധം മൊത്തം കാണിച്ചത് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഒരു ചോക്ലേറ്റ് ഒക്കെ മേടിച്ചു. അതിനുശേഷം എനിക്ക് അത്യാവശ്യം കുറച്ച് സാധനമൊക്കെ മേടിക്കണമായിരുന്നു. പിന്നെ അതൊക്കെ എടുത്തതിന് ശേഷം നേരെ ഫുഡ് കോർട്ടിലോട്ട് പോയി കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇതാ അവിടെ ഒരു വണ്ടി കിടക്കുന്നത്. ഇതിൽ കയറാനാണ് പുള്ളിക്കാരി ഇങ്ങനെ കിടന്ന് കരയുന്നത്. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഒരു ആഗ്രഹമില്ലെന്ന് വെച്ചിട്ട് ഇച്ചിരി നേരം ഇരുത്തി. അപ്പോഴത്തേക്ക് ഏട്ടൻ വന്നു. അപ്പോഴത്തേക്ക് അവിടെ ഒരു ബോബയുടെ ഒരു ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം മേടിച്ചു കേട്ടോ. ഇപ്പോൾ ധാനക്കുട്ടന് ചെറുതായിട്ടൊന്ന് കൊടുത്തു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് ഏട്ടനും കൂടി കൊടുത്തായിരുന്നു. ഏട്ടനും കൊള്ളാമെന്ന് പറഞ്ഞ്. എനിക്കെന്തോ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചിലവർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറയും, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. സംഭവം കൊള്ളാം. അങ്ങനെ ഏട്ടൻ വരാൻ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. ഞാൻ പോയി ത്രെഡ് ചെയ്തു. അവിടെ തന്നെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു അഷ്ടമുടിയിൽ. അതിനുശേഷം വീട്ടിലേക്ക് കുറച്ച് മീനൊക്കെ മേടിച്ച് വീട്ടിലോട്ട് പോയി. ബൈ ഗൈസ്, അടുത്ത വീഡിയോ കാണാം.